കോഴിക്കോട് വയനാട് ദേശീയപാതയോരത്ത് കാരന്തൂരിന് സമീപം ഈ ദേശീയപാതയോരത്ത് ലോട്ടറി കച്ചവടം നടത്തുകയാണ് 70 വയസ്സ് പ്രായമുള്ള ചെല്ലമ്മ. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഒരു ബൈക്കിലെത്തിയ ഒരാൾ അദ്ദേഹം ഇവിടെ എത്തുകയും 20 ലോട്ടറികൾ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി. അതിനുശേഷം 100 രൂപയുടെ 10 നോട്ടുകൾ നൽകിയ നോട്ട് ഇതാണ്. ചിൽഡ്രൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ കുട്ടികൾ കളിക്കുന്ന നോട്ടാണ്. അമ്മയ്ക്ക് ഇത് അറിയില്ല, കള്ളനോട്ടാണ് അല്ലെങ്കിൽ ഫാൻസി നോട്ടാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ 20 ലോട്ടറി ടിക്കറ്റ്, ഇന്ന് നറുക്കെടുക്കുന്ന 20 ലോട്ടറി ടിക്കറ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ആളെ എങ്ങനെയുണ്ടായിരുന്നു അമ്മ കാണാനൊക്കെ നല്ല ടിപ്പിൽ നല്ല ആളാ. ഒരു ഇരുനിറം കറുപ്പ്, നല്ല ബൈക്കിലാ വന്നേ. എന്ത് ജോലി ചെയ്യുന്ന ആളാന്നാ പറഞ്ഞേ? പെട്ടെന്ന് പറഞ്ഞു ഞാൻ പോലീസാണ്. പിന്നൊന്നും പറഞ്ഞില്ല. 20 ടിക്കറ്റ് വാങ്ങി പൈസ തന്നു. പൈസ തന്നു. ഇത് കള്ളനോട്ടാണെന്ന് അമ്മ അറിഞ്ഞത് എങ്ങനെയാ? അത് അടുത്തൊരാൾ ഇയാൾ പോയി കഴിഞ്ഞിട്ട് വന്നു ടിക്കറ്റ് എടുക്കാൻ. അപ്പം ഞാൻ അവർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കൊടുക്കണ്ടേ, അത് നോട്ട് കൊടുക്കുമ്പോഴാണ് കള്ളനോട്ടാണെന്ന് അവർ പറഞ്ഞു. അതുവരെ ഞാൻ അറിയുന്നില്ല. അത് കണ്ടപാട് പേടിച്ചു പോയി തോന്നല്ലേ? കണ്ടപാട് പേടിച്ചു പോയി. പിന്നെ ഈ മോനെയൊക്കെ വിളിച്ചു വരുത്തി. ഈ മോൻ ഇതിലെ പോകുമ്പോൾ അങ്ങനെ ഇതിലെ പോയ ആളുകൾ ഇവിടെ വരികയും അമ്മ കരയുന്നത് കണ്ടാണ് അവർ ഇവിടേക്ക് വരുന്നത്. നിങ്ങൾ വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഞാൻ നിത്യേന രാവിലെ ഈ ചെലവൂരിന് കുന്നമ്മ കാരന്തൂരേക്ക് പോകുന്നൊരു വ്യക്തിയാണ്. രാവിലെ പോകുന്നേരം അമ്മനെ കണ്ട് പോകുന്നേരം ഹായ് എന്ന് പറഞ്ഞിങ്ങാണ്ട് പോയി തിരിച്ച് വരുന്നേരാണ് അമ്മൻ്റെ അവസ്ഥ ലേശൊരു മോശം. അമ്മ എന്നെ കൈ കാട്ടിങ്ങാണ്ട് എന്നെ വിളിച്ച് മോനെ വാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ ഒന്ന് തിരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ഒരു അമ്മ ഒന്നും പറയാൻ കഴിയാതെ വിറച്ച് നിൽക്കുന്ന ഒരവസ്ഥ. എന്ത് ചെയ്യണം അറിയുന്നില്ല. അമ്മൻ്റെ അവസ്ഥ ഒരു പ്രത്യേക അവസ്ഥ. ഞാൻ നിത്യേന കാണുന്നതുമാണ്. എനിക്ക് ഏറെ എൻ്റെ അമ്മൻ്റെ സ്ഥാനം പോലെ കണ്ടുകൊണ്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് പല സഹായങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെയാണ്. പക്ഷെ ഇതിൽ ഞാനും ആകെ ആ സമയത്ത് ഞാനും കരുത്തുപോയി. ഇനി എന്ത് ചെയ്യുന്നുള്ളത് അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ടെൻഷനായില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് എന്നോട് കാണിച്ചെന്ന് ഇത് മോനെ എനിക്കിന്ന് രാവിലെ ഒരാൾ തന്ന പൈസയാണ്. 20 ടിക്കറ്റ് എടുത്ത് 50 രൂപൻ്റെ 20 എണ്ണം എടുത്ത് 1000 രൂപ തന്ന് ഈ പൈസയാണിത്. ഇത് തിരിച്ചിങ്ങാണ്ട് കൊടുക്കാൻ വേറൊരാൾ വന്ന് ടിക്കറ്റ് എടുത്ത് അവർക്ക് അതിൻ്റെ ബാക്കിയുള്ള പൈസ കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഇത് ഒറിജിനൽ അല്ല എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഞാൻ പറഞ്ഞു ടെൻഷനായില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് ആകെ അസ്വസ്ഥത. അമ്മ ആകെ ടയേർഡായിട്ടുണ്ട്. അവസ്ഥ അമ്മൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നെ മനസ്സും കൂടെ പൊട്ടിപ്പോവുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ നോട്ട് കണ്ടപ്പോൾ ഇത് കുട്ടികൾ മിഠായി കടലാസ് പോലത്തുള്ള ഒരു കടലാസാണിത്. പെട്ടെന്ന് പ്രായമുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല, നമുക്കൊക്കെ പിന്നെയും കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1000 രൂപ എന്നുള്ളത് രാവിലെ കിട്ടുമ്പോൾ ഏറ്റവും വലിയ ഒരു അനുഭൂതിയായിട്ട് തോന്നും. അവർക്ക് 1000 രൂപയല്ല കിട്ടുന്നത്. അതിൽ എന്തോ ഒരു സന്തോഷത്തോടെയാണ് ആ വല്യമ്മ നിന്നത്. പക്ഷേ ആ സന്തോഷമെല്ലാം കൂടെ ദുഃഖത്തിലേക്കായി. അതിന് ശേഷമാണ് ഞാൻ കോഴിക്കോട് ചേവായൂർ സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ട് ചേവായൂർ സ്റ്റേഷനിലെ നമ്പർ വിളിച്ച് നോക്കുമ്പോൾ നമ്പർ കിട്ടുന്നില്ല. അവിടുത്തെ വേറൊരു സാറെ ഞാൻ വിളിച്ച് സാറെ കിട്ടി. ആ സാറ് പുറത്താണ്. അവിടുത്തെ PROനെ നമ്പർ തന്ന് PROനെ വിളിച്ച് പെട്ടെന്ന് എത്തിയില്ല ഇതുവരെ. കാരണം സാറിൻ്റെ അവിടുന്ന് വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആണ്. ഒരു വണ്ടി പുറത്തേക്ക് പോയിക്കുന്നത്. അവിടെ മീറ്റിംഗ് നടക്കുന്നതൊക്കെ പറയുന്നുണ്ട്. എന്താ എന്നിട്ട് നിങ്ങളെങ്ങനെ അമ്മനെ സഹായിച്ചോ? നിങ്ങളെങ്ങനെ എന്താ ചെയ്തത്? ഞങ്ങളപ്പോൾ ഞാനും ലാലേട്ടൻ വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഒരു ബിജുവേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നാളെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ എല്ലാം മക്കളെന്ന് പറഞ്ഞപ്പോൾ വളരെ ദയനീയമായില്ല. ആ മുഖം കണ്ടപ്പോൾ സങ്കടം തോന്നി. ബിജുവേട്ടൻ ലാലേട്ടനും ഇവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ദയനീയമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്ന് പെട്ടത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് അത്രയ്ക്കും എന്തോ ഒരു കിട്ടിയ പോലെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു അനുഭൂതിയായി. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം വെച്ച് ഞങ്ങൾ 4 പേരും കൂടി അമ്മേൻ്റെ പോയ പണം തിരിച്ച് നൽകി. 1000 രൂപ തിരിച്ച് നൽകി. അതന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ രാവിലെ ആ സമയത്ത് എത്തിപ്പെട്ടെന്നുള്ളൊരു സന്തോഷം. അതിൽ നാട്ടുകാർ ചെയ്തത് നല്ല കാര്യമാണ്. അമ്മയുടെ നഷ്ടപ്പെട്ട 1000 രൂപ തിരിച്ച് കിട്ടി. പക്ഷേ ഈ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അയാൾക്ക് എങ്ങനെ അമ്മനെ പറ്റിക്കാൻ പറ്റിയെന്നാണ് എനിക്കൊരു സംശയം. ഏതായാലും ഞാനും പോലീസിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. ആ കള്ളനെ ഏതായാലും പിടികൂടണം. ഏതായാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ബൈക്കിൽ വന്ന ഒരാൾ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് വന്ന ഒരാളാണ്. പോലീസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മേനെ പറ്റിച്ചിരിക്കുന്നത്. ഏതായാലും നാട്ടുകാർ നഷ്ടപ്പെട്ട പണം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കള്ളൻ ഇതേപോലെ തന്നെ മറ്റാളുകളും പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പോലീസ് അന്വേഷിക്കട്ടെ, കള്ളനെ പിടിക്കട്ടെ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.